ബി.ജെ.പിയുടെ തിരുവനന്തപുരത്ത് ഗുണ്ടാ കൗൺസിലറായ സുഗതന് 28 മണിക്കൂർ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി. ഇത് ബി.ജെ.പിക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകും എന്നുള്ളതിനാൽ അക്രമം അഴിച്ചുവിട്ട് അലങ്കോലമാക്കിയ ബി.ജെ.പിക്ക് സുഗതന്റെ ഒരു ദിവസത്തെ കോടതി ജാമ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. എങ്കിലും ഈ കോടതി ഉത്തരവിലൂടെ ബി.ജെ.പിയുടെ ഈ കൗൺസിലറെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞ മലയാളികൾ തലയിൽ കൈവച്ചു പോയി എന്ന് തന്നെ പറയാം. അതായത് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട് അകത്തുപോയി ഈ ജനപ്രതിനിധിക്ക് നെടുമങ്ങാട് കോടതി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് 28 മണിക്കൂറാണ്. കോടതി പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യം നൽകുന്നു. ജൂലൈ 13 വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം. നെടുമങ്ങാട് കോടതിയുടെ പരിഗണനയിലുള്ള 2 കേസുകൾക്കാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതോടെ സുഗതന് കോർപ്പറേഷനിൽ എത്താം. ഇതിനു മുൻപ് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്നതുപോലെ ചൊല്ലിയ സത്യപ്രതിജ്ഞ മാറ്റി ഭരണഘടന പ്രകാരമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവും ഏറ്റെടുക്കാം. അതിനു പുറമെ ബി.ജെ.പിയുടെ ഭരണം തന്നെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന സുഗതന്റെ അയോഗ്യത എന്ന സംഭവത്തിൽ മാറ്റം വരുത്താൻ ബി.ജെ.പി കഴിയും എന്ന് ഉറപ്പാണ്. സത്യപ്രതിജ്ഞയായി വിളിക്കുന്ന കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തതായി വരുന്നതോടെ സുഗതൻ മാത്രമല്ല ബി.ജെ.പിയും സ്ഥാനം പോകാതെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ കോടതിയുടെ നല്ല മനസ്സുകൊണ്ട് തൽക്കാലം കടന്നുകൂടി എങ്കിലും സുഗതൻ എന്ന ജനപ്രതിനിധിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ കേരളം അമ്പരന്ന് പോവുകയാണ്. അങ്ങനെ ഒരാളെ കൗൺസിലറാക്കിയ ബി.ജെ.പിയെ കേരളം സമ്മതിച്ചിരിക്കുകയുമാണ്. അതായത് സുഗതൻ എന്ന ബി.ജെ.പി നേതാവ് ആരാണെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്. 2019 ഓഗസ്റ്റ് 25 ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം. 2023 ജൂൺ 20 മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും ആക്രമിച്ച് തകർത്തു. 2023 ജൂലൈ 17 ഭർത്താവിനെതിരെയുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചു. 2025 മാർച്ച് 14 ബിസിനസ് തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം. 2025 ജൂലൈ 25 സെക്യൂരിറ്റി ജീവനക്കാരന് പണം നൽകാത്തതിന് ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസ്. 2026 ഫെബ്രുവരി 2 അന്ന് MLA ആയിരുന്ന VK പ്രശാന്തിന്റെ പരാതിയിൽ ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തി എന്ന കേസിലും പ്രതിയാണ്. ഇങ്ങനെയുള്ള ഈ ക്രിമിനലിനെയാണ് ഈ കേസുകളെല്ലാം നിലനിൽക്കെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വാഴോട്ടുകോണത്ത് സ്ഥാനാർത്ഥിയാക്കിയത് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനുശേഷം ഈ സുഗതന് വേണ്ടി കോർപ്പറേഷനകത്ത് അക്രമം അഴിച്ചുവിട്ട മറ്റു ചില കൗൺസിലർമാരെയും നമ്മൾ കണ്ടതുമാണ്. ശരിക്കും പറഞ്ഞാൽ ബി.ജെ.പി സീറ്റു നൽകിയ ജനനായകന്മാർ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. അവർ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഇനി നന്നാവണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. ഏതായാലും ഗുണ്ടകളെയും പൊക്കിരികളെയും വെച്ചുള്ള കോർപ്പറേഷൻ മുന്നോട്ടുള്ള കൊണ്ടുപോക്കാണ് എങ്കിൽ ഈ ഒറ്റ സീറ്റിന്റെ മുന്നേറ്റത്തിൽ നിൽക്കുന്ന കോർപ്പറേഷനിൽ കോടതി അനുവദിച്ച 28 മണിക്കൂർ വളരെ നിർണായകമാണ്. കോർപ്പറേഷനിൽ മേയർ സ്ഥാനം ഏറെ മോഹിച്ച റിട്ടയർഡ് ഡി.ജി.പി ആ സ്ഥാനം ലഭിക്കാത്തത് നന്നായി. അല്ലെങ്കിൽ ഒരു പോലീസ് മേധാവി കുറച്ച് ഗുണ്ടകളെയും കൂട്ടി കോർപ്പറേഷൻ ഭരിക്കുന്നു എന്ന പേരുദോഷം വന്നു ചേരുമായിരുന്നു.